ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടിയുടെയും മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ കാരണം ഞാനിവിടെ പി ജിയിൽ ഒറ്റയ്ക്കാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ രണ്ട് ഫ്രണ്ട്സ് ഇവിടെ ഇല്ല. ഒരാൾ വീട്ടിൽ പോയി, ഒരാൾ കോഴിക്കോട് ഒരു പരിപാടിയായിട്ട് പോയേക്കോട്ടെ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ കഴിഞ്ഞ മാസമാണെങ്കിലും ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഷോർട്സ് ഒന്നോ രണ്ടെണ്ണം അങ്ങാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 28 ദിവസത്തെ ഒരു ചലഞ്ച് പോലെ ഒന്ന് കണ്ടിന്യൂസ് ഇപ്പോഴെങ്കിലും ഒന്ന് ഇടാൻ പറ്റുമോ നോക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 1-ാം തീയതി ഞായറാഴ്ചയാണ്. അപ്പോൾ 1-ാം തീയതി ആയതുകൊണ്ട് പുറത്തേക്കൊന്നും പോയില്ല. 1-ാം തീയതി കയ്യിൽ കാശ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ മാസം മൊത്തം ഭയങ്കരമായിട്ട് കാശ് ഇറങ്ങി പോകും എന്നുള്ളൊരു വിശ്വാസം, അന്ധവിശ്വാസമായിരിക്കാം, പക്ഷെ അങ്ങനെ ഇതാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഈ സമയത്ത് വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ചയാണ് തിരിച്ചെത്തിയത്. സത്യത്തിൽ 3-ാം തീയതി ഇവിടേക്ക് തിരിച്ചെത്തിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ മെയിലെ വെക്കേഷനൊക്കെയാണ് വീട്ടിൽ പോകാമെന്നുള്ളത്. പക്ഷേ ഒരു 2-3 ദിവസം അവധിയും അതിൻ്റെ ഒപ്പം ജസ്റ്റ് ഒന്ന് അവിടെ പോകേണ്ട ഒരു ചെറിയൊരു എമർജൻസിയൊക്കെ വന്നപ്പോൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അണ്ടിന് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ എന്താണ് മാർച്ചിൽ ചിലപ്പോൾ പോകും, ഉറപ്പില്ല. പിന്നെന്താ, ഞാൻ ഇന്നിവിടെ ഒറ്റയ്ക്കുള്ളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അമൃതം പൊടിയും കൊണ്ടുള്ള അപ്പമാട്ടോ ഉണ്ടാക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് അപ്പം പോലെ ആക്കാമെന്ന് വിചാരിച്ചു. പണ്ടിത് കിട്ടാത്ത സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് കഴിക്കണം എന്നുള്ളത്. പക്ഷേ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പം മിനിമം ഒരു മാസത്തിൽ 2 പേർക്കും കൂടിയിട്ട് ഒരു 12-14 പാക്കറ്റ് എങ്ങാണ്ട് കിട്ടുന്നുണ്ട്. 2 കുട്ടികളുണ്ടല്ലോ. അപ്പോൾ 6 മാസം തൊട്ട് 3 വയസ്സ് വരെയുള്ളവർക്കല്ലേ കിട്ടുക. അപ്പം ഇനിയിപ്പോൾ മൂത്ത ആളുടെ നിൽക്കും. ഞാൻ പറയുന്നത് എൻ്റെ ചേച്ചിയുടെ മക്കളെ പറ്റി കേട്ടോ. അപ്പോൾ അവർക്ക് ചേച്ചിക്ക് 2 പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ അമൃതം പൊടി കിട്ടും. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഈ പ്രാവശ്യം വന്നപ്പോൾ 2 പാക്കറ്റേ കൊണ്ടുവന്നുള്ളൂ. അവളാണെങ്കിൽ ഇപ്പോൾ ഫുള്ള് പാക്കറ്റ് അവിടെ നിന്ന് വാങ്ങിക്കാറില്ല എന്ന് തോന്നുന്നു. കാരണം ഇത് വെറുതെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല, പിള്ളേർക്ക് കൊടുക്കുന്നുമില്ല. അപ്പോൾ അമ്മയുള്ള സമയത്ത് തേങ്ങ ഇട്ടിങ്ങനെ വറുത്ത കവരോസ് കൂടി വിലയൊക്കെ ആക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഒരാളുടെ മാത്രം പാക്കറ്റ് ഉണ്ടാവുള്ളൂ. അതിനൊരു 1.5 വർഷം കൂടി ഇനി ഉണ്ടാവും. അപ്പോൾ അമൃതം പൊടിയോടുള്ള ഇഷ്ടമൊക്കെ പോയി. അപ്പോൾ ഇനിയിപ്പോൾ അപ്പം ഇവിടെ കിടക്കുന്നതുണ്ട്. അതാണ് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് നോക്കുന്നത്. പിന്നെ ഈ ഉച്ചത്തേക്കുള്ള ചോറ് വെക്കണം, കറി വെക്കണം. ഞാൻ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മീൻ വാങ്ങിച്ചത്. അപ്പം ഞങ്ങൾ 3 പേരും സെപ്പറേറ്റ് ആയിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓരോരുത്തർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനകത്തും കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം അപ്പോൾ പിന്നെ എന്നൊക്കെ പറഞ്ഞല്ലേ, ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യാം. അപ്പം അങ്ങനെ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഉണ്ടാക്കുന്ന അനുസരിച്ചൊക്കെ തിന്നാന്ന് വിചാരിച്ചു. കാരണം ഇങ്ങനെയാണ് പോയി നിന്നിട്ട് പതി തിന്നേണ്ട ആവശ്യമൊന്നുമില്ല, സമയമില്ല. ഓൾറെഡി ഇന്ന് സൺഡേ അല്ലേ. അപ്പോൾ ലേറ്റായി എണീറ്റപ്പോൾ, ലേറ്റ് എന്ന് പറഞ്ഞാൽ 9 മണി ആവുന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കാനുണ്ട്. മീൻ വറക്കാനും മീൻ കറി വയ്ക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം അത് ഞാൻ വിചാരിച്ചു മീൻ വറുത്ത് തിന്നിട്ട് കുറേയായി, അപ്പോൾ പൊള്ളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനിയിപ്പോൾ വാഴയിലേക്ക് തപ്പി പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പുള്ളിക്കൽ ക്യാൻസൽ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മറ്റേ ട്രെൻഡിങ് ആയിട്ടുള്ള മത്തി ഫ്രൈ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ടൈപ്പ് പോലെ. ഇതിപ്പോൾ അയലയാണ് കേട്ടോ മീൻ. അപ്പോൾ അയല ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതാണ് ഇന്നത്തെ പരിപാടി. പിന്നെ ക്ലീനിങ് കാര്യങ്ങളൊന്നുമില്ല. കാരണം ഓൾറെഡി വെനസ്ഡേ ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വൃത്തികേടായിട്ട് തോന്നുന്ന സമയത്ത് ജസ്റ്റ് ക്ലീൻ ആക്കും, അല്ലാതെ റൊട്ടീനായിട്ടൊന്നും പോകുന്നില്ല. എനിക്കാണെങ്കിൽ ഇപ്പോൾ ചേച്ചി പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര വൃത്തിയാണ്. നേരത്തെ അത്രയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഭയങ്കര ഓവറാണെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു, അങ്ങനെ വേണ്ടി പറയാം. വൃത്തികേടായിട്ട് തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി വിടുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം അതിനിപ്പോൾ ഇനി ഒരാഴ്ച ചെയ്യേണ്ട വരില്ലായിരിക്കും, അടുത്ത ആഴ്ച ചെയ്താൽ മതിയായിരിക്കും. അങ്ങനെ
പിന്നെന്താണ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് അത്യാവശ്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നോർമലി എടുക്കുമ്പോൾ ജസ്റ്റ് കുറേ ക്ലിപ്പിങ്സ് എടുക്കും, അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യാം. ഇപ്രാവശ്യം ഓൺ വോയിസ് ആയിട്ടുള്ള ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അപ്പം എന്താണെന്നറിയില്ല, ശരിയാവുന്നില്ല. ശരിയാവില്ലായിരിക്കും, എന്തോ ഒരു പ്രശ്നമുണ്ടോ തോന്നുന്നു, വെള്ളത്തിൻ്റെ ആണോ എന്തോ സംതിങ് ഇഷ്യൂ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് തന്നെ തിന്നാനല്ല, വേറെ ആർക്കും കൊടുക്കാനൊന്നുമില്ല. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ പിന്നെ കുറച്ച് പഠിക്കാനുണ്ട്, പഠിക്കണം, എഴുതണം, ഒരു സിനിമ കാണണം. ഇതൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള പരിപാടീസ്. വാഷ് ചെയ്യാനും കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ ഇന്നലെ വൈകിട്ടേരം തീർത്ത് വെച്ചു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങരുത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നോർമലി ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല, ക്ലാസ് ഉണ്ടല്ലോ, ക്ലാസ്സിലെങ്ങാനും കിടന്നുറങ്ങിയാലേ ഉള്ളൂ. അപ്പം ഉച്ചയ്ക്ക് ഉറങ്ങുന്ന അത്ര നല്ല ഇതല്ലല്ലോ. ഉച്ചയ്ക്ക് ഉറങ്ങി കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ നല്ല ലേറ്റോ. ഇന്നലെ ഉറങ്ങിയപ്പോൾ ഏകദേശം ഒരു 1:15 അത്ര സംതിങ് അങ്ങോട്ട് ആയിട്ടുണ്ടായി. അപ്പോൾ ഉറക്കം വരില്ല. അപ്പം ഉച്ചയ്ക്ക് ഉറങ്ങാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യണം, എന്നാലേ രാത്രി നേരത്തെ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ രാത്രി ലേറ്റായിട്ട് കിടന്നിട്ട് രാവിലെ അത്യാവശ്യം നേരത്തെ, അതായത് ഒരു 6 മണി 7 മണി ആ ടൈമിൽ എണീക്കുവാണെങ്കിൽ അത്ര വലിയ പ്രശ്നമില്ല. ഇതിപ്പോൾ 9 മണി 10 മണി, ഒരു മാക്സിമം 11 മണി, ആ 11 മണിക്ക് കിടന്നിട്ട് രാവിലെ 7 മണിക്കാണ് എണീക്കണമെങ്കിൽ ഫുള്ളിങ്ങനെ ഇതായിരിക്കും അവസ്ഥ. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ടൈം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ ക്ഷീണം ഉണ്ടാവില്ല. ഉറക്കം കൂടിയാലും പ്രശ്നമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഉറക്കം മസ്റ്റ് കേട്ടോ. എനിക്ക് ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങളെ എനിക്കുള്ളൂ. അപ്പം അപ്പം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു. അങ്ങനെ ഉച്ചത്തേക്കുള്ള കറി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻകറി വെക്കാനാണ് വിചാരിക്കുന്നത്. ഇത് കറി വെക്കാനും ഇത് വറക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അത്യാവശ്യം 2 വലിയ മീനായിട്ട് വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ വറക്കുന്നതിൻ്റെ സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈപോഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ട്രൈപോഡ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അത് ചേച്ചി എന്നൊരു സെൽഫി സ്റ്റിക്കിൻ്റെ ഒരു ഇതായിരുന്നു. അപ്പോൾ പക്ഷെ അതിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ജസ്റ്റ് ഒടിഞ്ഞു പോയി. കുറച്ച് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ പോലും അത് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായില്ല, പക്ഷെ വീട്ടിലൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം, ഇതുണ്ടാക്കണം, മീനും വറക്കണം. അപ്പം പിന്നെന്താ, ചോറ് വയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചോറ് വയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഇത് അടുപ്പ് കത്തിക്കണ്ടായിരുന്നല്ലേ, ഫുള്ള് ഒരു ഇതായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കുക്ക് ചെയ്യുന്നതൊക്കെ കാണിച്ചൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ മോഡൽ മീൻ ഫ്രൈ ചെയ്യുന്നതായിട്ടാണ് വിചാരിച്ചിരുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി മറ്റേ എണ്ണയിലിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്തിട്ട് അതിന് ശേഷം തീ കത്തിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നൊരു ടൈപ്പാണ് ഞാൻ വിചാരിച്ചത്. ആയി വരുമായിരിക്കും. പിന്നെ ഞാൻ മാത്രമല്ല കഴിക്കുന്നുള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എണ്ണ ചൂടായതുകൊണ്ട്, ചൂടായ പാത്രത്തിൽ എണ്ണ ഒഴിച്ചത് കൊണ്ട് ഒരിത്. ഇങ്ങനെയാണ് ഞാനിത് കണ്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട്, കുറച്ചധികം മുളക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കുക. പിന്നെ കുറച്ച് പുളിവെള്ളവും കുറച്ച് തക്കാളിയുടെ ഒരു ഇതും കൂടി ഒഴിക്കാമെന്ന് വിചാരിച്ചു, കുറച്ച് ഗ്രേവി തിക്കാവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നോൺ വെജിറ്റായി വരുമ്പോൾ കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല എന്താവും, ഞാൻ ഇങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. കുറച്ച് പുളിവെള്ളം, മിക്കവാറും വെള്ളത്തിൽ ഇതായി പോയ പോലെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോന്നുണ്ടാക്കി പഠിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. കുഴപ്പമുണ്ടാവില്ലായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
എനിക്ക് സത്യത്തിൽ ഞാൻ ഉപ്പിടുമ്പോൾ അത് ഓക്കെ ആയിരിക്കും, പക്ഷേ എൻ്റെ ഉപ്പ് വേറെ ആരെങ്കിലും കഴിച്ച് നോക്കിയാൽ അവർക്കത് ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് നോർമലി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പ്രഷർ മാത്രമായിരിക്കും കുറവ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മുടെ ഗ്രേവി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ അനുമാനിക്കുന്നു. കാണിച്ചു തരാം. ഇതിങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എണ്ണ കൂടിപ്പോയി, പൊടി കുറഞ്ഞു പോയി, അങ്ങനെ എന്തോ സംതിങ് ഒക്കെയാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇപ്പം തീ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റേ എന്താ തക്കാളിയാണ് കേട്ടോ. എന്ത് തക്കാളി? മറ്റേ അരയാത്ത തക്കാളി. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അരച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് മീൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയില്ല ഇത് ഇങ്ങനെയാണോ എന്നുള്ളത് കേട്ടോ. ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ്, ഞാൻ ആദ്യമേ തന്നെ പറയുന്നു. ഞാൻ ഇങ്ങനെ സൺഡേസിൽ കുറച്ച് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്ത് തുടങ്ങണം എന്ന് വിചാരിച്ചതാണ്. പിന്നെ അതിനുള്ള കുറേ സാധന രംഗമ വസ്തുക്കളൊക്കെ എല്ലാം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ അടുത്തൊരു സ്ഥലത്ത് മീൻ വെച്ച് വിൽക്കുന്നത് കേട്ടോ. അപ്പോൾ റോഡ് സൈഡിൽ നിന്നിട്ട്, അപ്പോൾ അത് അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. വലിയ ഫ്രഷ് മീനൊന്നും ആയിരിക്കില്ല. ഇതെന്തോ എണ്ണ തെളിഞ്ഞ് വരുന്ന എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഈ വീഡിയോ അപ്ലോഡാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ വിളിച്ച് പറയും. അതാണ് നടക്കാൻ പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു എണ്ണ ഇത്രയും വേണ്ടായിരുന്നു. എണ്ണ ഭയങ്കര തെളിഞ്ഞ് വരുന്നു. ഇങ്ങനെയാണോ എന്നെനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക. ഇനി കുറച്ച് നേരം ഇരുന്ന് ഫ്രൈ ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കറിയുടെ കാര്യങ്ങൾ നോക്കാം. ഇവിടെ കറിച്ചട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തന്നെയാണ് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് അതിന് ജസ്റ്റ് പൊട്ടി വരുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഉലുവയും കൂടി ഇട്ട് ജസ്റ്റ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ച സവാളയാണ്, ചെറിയ ഉള്ളി ഇല്ല. അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വഴറ്റി അതിൻ്റെ ഉള്ളിലേക്കും പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് തക്കാളി അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് ഒരു കുറുകലിന് വേണ്ടിയിട്ട്. പിന്നെ ആ ഒന്ന് ജസ്റ്റ് തിളച്ച് വന്നപ്പോഴത്തേക്കും പുളിയുടെ വെള്ളം, അത് അത്യാവശ്യം നല്ല കൂടുതലായിരുന്നു കേട്ടോ പുളി ഉണ്ടായിരുന്നത്. 4-5 കഷ്ണം ഞാൻ പുളി എടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും പുളി എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കൂടി വന്നു കഴിഞ്ഞപ്പോൾ നല്ല പുളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൻ തിളച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലേക്ക് മീൻ കഷ്ണങ്ങളിട്ട് തിളച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് ഓഫാക്കുമായിരുന്നു കേട്ടോ. ഇതായിരുന്നു എൻ്റെ കുട്ടി മീൻകറി. എൻ്റെ മീൻകറി റെഡി ആയിട്ടോ, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളത് എന്താ മീൻ ഫ്രൈ. അതിങ്ങനെ ആയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പൊളിഞ്ഞൊക്കെ പോയിട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് പുളി കുറച്ച് കൂടിപ്പോയിട്ടോ, അത് മാത്രമേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ 2 മിനിറ്റ് കൂടി തിളച്ച് കഴിഞ്ഞിട്ട് ഇത് ഓഫാക്കണം. അപ്പം അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കിച്ചണും ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇവിടുത്തെ ഈ പേപ്പർ ഞാൻ അന്ന് കുറേ നാളായി ഒട്ടിച്ചിട്ട്, ഞാൻ തന്നെ ഒട്ടിച്ച കേട്ടോ. അപ്പം ഇതൊന്ന് മാറ്റി ഒന്ന് പുതിയത് ഒട്ടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ മൂഡ് തോന്നിയാൽ ഞാൻ ചെയ്യും. എല്ലാം ഓരോ മൂഡിനങ്ങ് ഒറ്റയടിക്കങ്ങ് ചെയ്യുന്ന കേട്ടോ. അപ്പം മീൻകറി ആയി. അപ്പം നമുക്ക് പിന്നത്തെ വിശേഷങ്ങൾ കാണാം. സമയം ഇപ്പോൾ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സിനിമ കണ്ട് പകുതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. ഏകദേശം ഒരു 1 മണിക്കൂറിൻ്റെ അടുത്ത്, 3/4 മണിക്കൂറിൻ്റെ അടുത്ത് കണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ട് തീർക്കാമെന്ന് വെച്ചു. 51 മിനിറ്റായി. അപ്പോൾ കൂടെ ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നുറുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. ലൈറ്റില്ലല്ലേ, തക്കാളി നുറുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതിനിപ്പോൾ തീരുന്നവരെ റെസ്റ്റ്. ഹലോ ഗൈസ്, ഇപ്പം സമയം 4 മണി കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഉറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം കട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്നു. ഇരിക്കുവാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ കടന്നു കഴിഞ്ഞപ്പോൾ ഉറങ്ങാനുള്ളൊരു ത്വര വന്നപ്പോൾ ഞാനങ്ങ് ഉറങ്ങാതിരിക്കാമായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു അങ്ങ് ഉറങ്ങാമെന്ന്. അപ്പം അങ്ങനെ ഉറങ്ങിപ്പോയി. ഒരു 1 മണി ആയെന്ന് തോന്നുന്നു ഉറങ്ങിയപ്പോൾ. സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് കുറച്ച് നേരം ഫോണും കൂടി നോക്കിയിട്ട് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ സമയം 4 മണി 4:15 ആയിട്ടുണ്ട്. ചായ കുടിക്കുന്ന സമയത്താണ് ചോറ് കഴിക്കാൻ വേണ്ടി പോണേ. അത് കുഴപ്പമില്ല, കാരണം നമ്മൾ ആഴ്ചയിൽ 6 ദിവസം റൊട്ടൈനായിട്ട് പോകുന്നുണ്ട്. കാരണം രാവിലെ 9 മണിക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, 2 മണിക്ക് പിന്നെ ലഞ്ച്,
4 മണിക്ക് വൈകിട്ട് വന്നു കഴിയുമ്പോൾ ചായ. ഉച്ചയ്ക്ക് ഇപ്പോൾ 2 ദിവസമായിട്ട് നേരത്തെ ഫുഡൊക്കെ കഴിക്കുന്നില്ല. രാത്രി ഇപ്പോൾ നേരത്തെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ചായ കുടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം ഞാൻ പാല് എനിക്ക് തോന്നുന്നു വാങ്ങിച്ച് വെച്ചിട്ട് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അമൂലിൻ്റെ സ്റ്റെറിലൈസ്ഡ് പാലാണ് വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ ഗുഡ് ലൈഫ് വാങ്ങിക്കുക. ഗുഡ് ലൈഫ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മാത്രമാണ് അമൂൽ വാങ്ങിക്കുക. അപ്പം ഞാൻ വാങ്ങിച്ച സമയത്ത് ഗുഡ് ലൈഫ് ഉണ്ടായില്ല. പക്ഷെ ഇപ്പം പാല് കഴിഞ്ഞ ദിവസം, ഇന്നലെ അല്ലല്ലോ, ഇന്നലെ മിനിഞ്ഞാന്ന് എടുത്ത സമയത്ത്, ഇന്നലെയാണെന്ന് മിനിഞ്ഞാന്ന് എങ്ങാണ്ട് എടുത്ത സമയത്ത് പിരിഞ്ഞുപോയി. അപ്പോൾ കുറച്ചെടുത്തിട്ട് ഞാൻ ഷേക്ക് അടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പം ചായ ഇല്ല. എനിക്കാണെങ്കിൽ പാൽ ചായ ഭയങ്കര ഇഷ്ടമാട്ടോ. കട്ടൻ ചായനേക്കാളും ഇതായിട്ട് കുടിക്കുന്നത് ഞാൻ പാൽ ചായയാണ്. അപ്പം ഇനി പാല് വാങ്ങിക്കണം. ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറയണം. പിന്നെ പാൽപ്പൊടി വാങ്ങിച്ചു വയ്ക്കണം ഇനി അടുത്ത പ്രാവശ്യത്തെ ബജറ്റിൽ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് തലയിൽ എണ്ണയൊക്കെ തേക്കണം. കാലും കൈക്കൊന്ന്, കൈയില്ല, കൈ നഖമൊക്കെ വെട്ടണം കണ്ടോ. അത്യാവശ്യം നെയിൽസൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കാലിലാണെങ്കിൽ നഖമൊക്കെ വെട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് പെഡിക്യൂർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു ഞാൻ സത്യത്തിൽ തലയിൽ എണ്ണ തേക്കാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. പക്ഷേ മടി കാരണം തേച്ചില്ല. അപ്പം ഇന്നെന്തായാലും തേക്കണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടീസ് ഇനി വൈകിട്ടുണ്ട്. അതൊരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യുക. കാരണം പെട്ടെന്ന് കയറി കുളിക്കണ്ടല്ലോ. ഒന്നാണെങ്കിലും വലിയ ചൂടില്ലാത്തൊരു ദിവസമായിരുന്നു. ഫാനില്ലാതെ ആണെങ്കിലും ഇരുന്നാലും വലിയ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. കൈ കഴിക്കുന്നു. അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. കഞ്ഞിയും പയറുമാണ് കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് മീൻ്റെ ചാറും കൂടി വെച്ചു. കഷ്ണം എടുത്തിട്ടില്ല. പിന്നെ ഇതുണ്ട് കേട്ടോ, എന്താ, മീൻ വറുത്തതുണ്ട്. അപ്പോൾ ഒരു മീൻ വറുത്തത് നാളെ ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് രാത്രി കഴിക്കുമ്പോൾ മീനിൻ്റെ കഷ്ണം വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മീൻ കറിക്ക് നല്ല പുളി കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ പുളി ഇട്ടത് കൂടിപ്പോയി. അപ്പം അമ്മോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു പുളി എടുത്ത് മാറ്റി വയ്ക്കാൻ. അപ്പം അങ്ങനെ പുളി എടുത്ത് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അമ്മ മാറ്റി വയ്ക്കാൻ പറഞ്ഞു, ഞാൻ കളഞ്ഞു. അപ്പോൾ കളഞ്ഞു. ഇപ്പം തക്കാളിയുടെ അതിൻ്റെ പുളിയുടെ പുളിയും കൂടി വന്നു കഴിഞ്ഞപ്പോൾ നല്ല പുളിയായിട്ടുണ്ട്. നല്ല പുളിയുള്ള മീൻ കറി. പിന്നെ കഷ്ണത്തിന് പുളി പിടിക്കുമായിരിക്കും. കഷ്ണം എടുത്ത് കൂട്ടാത്തതുകൊണ്ട് അറിയില്ല എന്തായാലും കഷ്ണത്തിൻ്റെ അവസ്ഥ. മീൻ വറുത്തത് നല്ല ഉപ്പാണ്. എനിക്ക് തന്നെ നല്ല ഉപ്പാണ്. മക്കൾക്ക് നല്ല ഉപ്പായിരിക്കും. മറ്റേ എന്ത് മീനായിരുന്നു, ഉണക്കമീനൊക്കെ കൂട്ടുമ്പോൾ ഉപ്പിലിട്ടുള്ള മുള്ളനോ അങ്ങനെ എന്തോ മീൻ കൂട്ടുമ്പോൾ ഇതില്ലേ, അതിൻ്റെ ഒരു ഇതുണ്ട്. നല്ല ഉപ്പുണ്ട്, ഇതിന് നല്ല പുളിയുണ്ട്. പിന്നെ ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ലോ. പിന്നെ ഞാൻ ജിമ്മ് നിർത്തിയിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ 15 ആയപ്പോൾ. അതിന് എൻ്റെതായ റീസൺസ് എനിക്ക് ഉണ്ട് കേട്ടോ. അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വൈകിട്ട് അവിടെ പോയി കഴിഞ്ഞാലും തിരിച്ചു വഴിക്ക് വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. പിന്നെ നമുക്ക് വേറെ കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പൈസ, അത്യാവശ്യം നല്ലൊരു ഫുഡ് കഴിക്കണം. കാരണം ഞാൻ വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. വെയിറ്റ് ലോസ് ആണെങ്കിൽ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫുഡ് കഴിക്കാതിരുന്നാൽ ശരിയാവില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് നിർത്തിയതാണ്. അപ്പം ഞങ്ങൾ ഫുഡ് സെപ്പറേറ്റ് ആക്കി. അപ്പോൾ പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്തു. ഇപ്പം എല്ലാവർക്കും വേണ്ടത് ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഇഷ്ടത്തിന് ഉണ്ടാക്കാം, ഇഷ്ടമുള്ള അളവിൽ കഴിക്കാം. അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വെച്ച മീൻകറി എനിക്കൊന്നൊരു ബുധനാഴ്ച വരെ കിട്ടുമായിരിക്കും. ബുധനാഴ്ച വ്യാഴാഴ്ച വരെ ഓടുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഉച്ചയ്ക്കും വൈകിട്ട് മാത്രം. അതും 2-3 കഷ്ണം എടുത്ത്, മീനായതുകൊണ്ട് ഞാൻ കൂട്ടില്ല, ഓരോ കഷ്ണം വെച്ചേ കൂട്ടുള്ളൂ. ഇനിയിപ്പം കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിച്ചിരിക്കുന്നുണ്ട്. ആ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വയ്ക്കണം. ഇപ്പോൾ കുറച്ച് ദിവസമായി ഫ്രിഡ്ജിലിരിക്കുന്നു. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജ് കയറ്റി വയ്ക്കുവാണെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് വന്നിട്ട് ജസ്റ്റ് ഒരു തോരൻ പോലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അത് കട്ട് ചെയ്ത് വെക്കണമെങ്കിൽ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ. പിന്നെ നോട്ട് എഴുതാനുണ്ട്. പഠിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും പഠിക്കാൻ പറ്റിയില്ല, മടിയാണ്. അത് നോക്കണം എന്തെങ്കിലുമൊക്കെ. അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ കഴിക്കട്ടെ കേട്ടോ.
തലേന്ന് വൈകിട്ട് തുണി അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആ തുണി ഉണങ്ങിയിട്ട് അത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പെട്ടെന്ന് തുണി ഉണങ്ങി കിട്ടും. ഇപ്പോൾ വൈകിട്ട് അലക്കിയിട്ടാലും പിറ്റേന്ന് രാവിലേക്ക് ആകുമ്പോഴത്തേക്ക് ഉണക്കായിട്ടുണ്ടാവും കേട്ടോ. ഇച്ചിരി കട്ടിയുള്ളതൊക്കെ ആണെങ്കിൽ ഉണങ്ങാൻ പാടായിരിക്കും, അല്ലാത്തതൊക്കെ ആണെങ്കിൽ ഉണങ്ങിയൊക്കെ കിട്ടും കേട്ടോ. ഇപ്പോൾ യൂണിഫോമൊക്കെ ആണെങ്കിൽ ഞാൻ തലേന്ന് കഴുകിയിട്ടിട്ട് പിറ്റേന്ന് ഇട്ടുകൊണ്ട് പോകാറൊക്കെ ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഫാസ്റ്റിൽ ഉണങ്ങി കിട്ടും. അപ്പോൾ കുറച്ച് തുണികളേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ ഒരുപാടാക്കാൻ വേണ്ടി വെക്കാറില്ല കേട്ടോ. അപ്പോൾ കുറച്ചാവുമ്പോൾ തന്നെ അലക്കിയിടും. അങ്ങനെ അലക്കി എല്ലാ സംഭവങ്ങളും നല്ല സെറ്റായിട്ട് മടക്കി കയറ്റി വെക്കുകയാണ്. അപ്പോൾ ഈ അലമാരിക്കകത്താണ് പുറത്തിടുന്നതും, പുറത്ത് മീൻസ് വീട്ടിലിടുന്നതും സംഭവങ്ങളൊക്കെ ഇടുക. പുറത്ത് നന്നായിട്ട് ഇടുന്നതാണെങ്കിൽ അത് വേറെ പെട്ടിക്കകത്തും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഒത്തിരി യൂസ് ആക്കുന്നില്ലല്ലോ, ഏറ്റവും കൂടുതൽ ഇത് തന്നെയല്ലേ എടുക്കുക. അത് ആഴ്ചയിൽ ഒരു ദിവസം എടുത്താൽ എടുത്തു, അത്രയല്ലേ ഉള്ളൂ. നാളത്തേക്കുള്ള ചോറ് വെച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ തലേന്ന് രാത്രിയാണ് പിറ്റേന്നത്തേക്കുള്ള ചോറും കൂടി ഇട്ട് വയ്ക്കുക. അപ്പോൾ രാവിലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതിയില്ല. ഇപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് വിസിലടിച്ച് വരാൻ വേണ്ടി കുറേ ടൈം എടുക്കും. ആദ്യം ഒരു 5-6 വിസിലടിച്ചിട്ട് പിന്നെ അത് തുറന്നതിന് ശേഷം വെള്ളമൊക്കെ ഒഴിക്കണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒരു 3-4 വിസിലടിപ്പിച്ചിട്ടാണ് വേവിക്കുക. നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ ചോറ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കഴുകി ഇട്ടതേ ഉള്ളൂ കേട്ടോ. പിന്നെ രാത്രി എനിക്കുള്ളതും നാളെ ഉച്ചത്തേക്ക് ഞങ്ങൾക്ക് 2 പേർക്കുള്ള അരിയും കൂടിയാണ് വെക്കുന്നത്. ഞങ്ങൾ 2 പേരും മാത്രമാണ് ഇവിടെ നിന്ന് ചോറ് കഴിക്കുന്നുള്ളൂ. അവൾ വേറെ എന്തെങ്കിലും, ഒരാൾ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ടാണ് കഴിക്കുക. ഞാൻ ലാസ്റ്റ് ടൈം ഇൻസ്റ്റാമാർട്ടിൽ സാധനങ്ങൾ ഓർഡർ ചെയ്ത സമയത്ത് വെജിറ്റബിൾസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഓൾമോസ്റ്റ് പോകാറായിട്ടുണ്ട്. കാരണം ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പച്ചക്കറി ഓർഡർ ചെയ്ത് അപ്പം തന്നെയാണ് ഞാൻ വീട്ടിലേക്ക് ഒന്ന് പോയത്. അപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു വരികയും കൂടി ചെയ്തത്. അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ തൊട്ട് താഴെ തട്ടിലാണ് ഈ സംഭവങ്ങൾ വെച്ചേക്കുന്നത്. ഞങ്ങളുടെ സ്പേസ് അതാണ്. അപ്പുറത്തെ 7 പേരുള്ള സ്ഥലത്താണ് കേട്ടോ ഫ്രിഡ്ജ് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റ് ഫ്രീസറിൽ നിന്ന് വെള്ളം ചാടുമല്ലേ. അപ്പോൾ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ വെച്ചിരുന്നെങ്കിലും ആ ഹോളിൽ കൂടെ വെള്ളം കയറി കുറച്ചൊക്കെ ചീഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ചീഞ്ഞ് പോയ ഭാഗങ്ങൾ മാറ്റിയിട്ട് നല്ല കുറച്ച് ഭാഗങ്ങളെടുത്ത് ഒരു 2 നേരത്തേക്കുള്ള കറി കിട്ടുമായിരിക്കും. അപ്പോൾ അത് അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നാളെ വൈകിട്ട് വന്നിട്ട് ജസ്റ്റ് തോരൻ ഉണ്ടാക്കിയാൽ മാത്രം മതിയല്ലോ. അപ്പം അങ്ങനെ എളുപ്പപ്പണി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം നാളെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നാളെ കഴിഞ്ഞ് എന്തെങ്കിലും സംഭവം ഉണ്ടാക്കിയാൽ മതിയായിരിക്കും. ആകെ ഇത്രയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയൊരു കറിക്ക് കിട്ടുമായിരിക്കും, ചിലപ്പോൾ ഒരു 2 നേരം കൂട്ടാൻ പാകത്തിന്. അപ്പം നാളെ രാത്രി വെച്ച് കഴിഞ്ഞാൽ നാളെ രാത്രിയും കൂട്ടാം, നാളെ രാത്രി വെച്ച് കഴിഞ്ഞാൽ നാളെ രാത്രിയും കൂട്ടാം, പിറ്റേന്ന് ഉച്ചയ്ക്കും കൂടി കൂട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടി കറി വയ്ക്കാൻ വേണ്ടി കിട്ടും. അപ്പം ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് വരാം. ഞാൻ കുറച്ച് നോട്ട് എഴുതാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓസ്റ്റിയോമൈലൈറ്റിസ് ടോപ്പിക്കിൻ്റെ ആയിരുന്നു നോട്ട് എഴുതാനുണ്ടായിരുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിന് പകരം ഇങ്ങനെ ടെക്സ്റ്റിൻ്റെ സോഫ്റ്റ് കോപ്പീസ് ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഇനി നോട്ട് എഴുതണം. അപ്പോൾ എനിക്ക് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ 2 ചന്ദനത്തിരി വെച്ച് കത്തിക്കാറുണ്ട്. റൂം ക്ലീനാക്കി ഇപ്പോൾ റൂമിൽ നിന്ന് കിട്ടിയതാട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ നോട്ട് എഴുതിയിട്ട് ബാക്കി ഫുഡ് കഴിക്കണം. അങ്ങനെ അടുക്കളയിലെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ ഒതുക്കി കഴുകിയൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഒരു പോസിറ്റീവ് ഫീലായിരിക്കും കേട്ടോ. ഇപ്പോൾ പാത്രങ്ങൾ കറിയൊക്കെ എടുത്താണെങ്കിലും തവിയൊക്കെ എടുത്ത് ഞാൻ കഴുകി വെക്കും. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് എടുക്കാമല്ലോ, അല്ലെങ്കിൽ വീണ്ടും കറി പറ്റിയിരിക്കുന്ന തവിയൊക്കെ കഴുകുകയൊക്കെ വേണം. എനിക്ക് അതിനോട് ഇപ്പോൾ താല്പര്യമില്ല. അപ്പോൾ ഞാൻ എല്ലാം തലേന്ന് തന്നെ ഞാൻ ലാസ്റ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ ഞാൻ കഴുകി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാത്രങ്ങളെല്ലാം സെറ്റാക്കി വെച്ച് അടുക്കള ക്ലീനാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയം 10:40 ആയിട്ടുണ്ട് കേട്ടോ. രാത്രി ആയതുകൊണ്ട് വീഡിയോയുടെ ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ കുറച്ച് നേരം എഴുതി പിന്നെ ഞാൻ സിനിമ കണ്ടു കേട്ടോ. എനിക്ക് രാമലീല കാണാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് മിഠായിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കിടക്കണം. സമയം 10:45 ആവാറായിട്ടുണ്ട്. ഉറങ്ങില്ലായിരിക്കും, കാരണം ഉച്ചയ്ക്ക് ഒരു 2-2.5 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ അത്യാവശ്യം ഒരു ഇതായിട്ടുള്ളൊരു ഫുള്ള് സംസാരിച്ചുകൊണ്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.